ഹായ് ഡിയേഴ്സ്, ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ സിമ്പലാണ് OH എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോ കാർബണിലേക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാൽ അവരെ നമുക്ക് ആൽക്കഹോൾസ് എന്ന് വിളിക്കാം. സോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് OH ആണ്. ബട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ജനറൽ നെയിം എന്ന് പറയുന്നതാണ് ആൽക്കഹോൾ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. CH3OH. ഇവിടെ OH വന്നതുകൊണ്ട് ഇത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. നെക്സ്റ്റ് കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുക. 1 കാർബൺ അല്ലെ, ഇവിടെ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. സോ ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ എന്താണ്? ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ ആണ് മീഥെയ്ൻ. സോ അപ്പോൾ ആൽക്കഹോൾസിന്റെ പേര് എഴുതുമ്പോൾ നിങ്ങൾ ഏതാണോ എത്ര കാർബൺ അതിലുണ്ടോ ആ കാർബണിന്റെ ആൽക്കെയിൻ നെയിം എഴുതിയതിനു ശേഷം അതിലുള്ള നമ്മൾ മായ്ച്ചു കളയണം. ഇവിടെ മീഥെയ്ൻ ആയതുകൊണ്ട് മീഥെയ്ൻ എന്ന് ഞാൻ എഴുതി. അതിനുശേഷം ഇതിന്റെ അങ്ങ് മായ്ച്ചു കളഞ്ഞ് മെത്താൻ എന്ന് ആക്കുക. ഓക്കെ, ഇനി ഇവിടെ മീഥെയ്നിൽ നിന്ന് ഞാൻ ഒഴിവാക്കി മീഥാൻ കിട്ടി. നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് ഒരു ഹൈഫൻ ഇടുക. ഹൈഫൻ ഇട്ടതിന് ശേഷം OH ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ ഇടുക. ഒരെണ്ണം മാത്രമേ ഉള്ളൂ കാർബൺ ആറ്റം എങ്കിൽ പൊസിഷൻ നമ്പർ ഇടേണ്ട. 2 എണ്ണം ഉണ്ടെങ്കിലും പൊസിഷൻ നമ്പർ ഇടേണ്ട. 2ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾസ് വരുമ്പോൾ മാത്രമേ നമുക്ക് പൊസിഷൻ നമ്പറിന്റെ ആവശ്യം വരുന്നുള്ളൂ. സോ നമുക്ക് മെഥൻ എന്ന് എഴുതിയതിനു ശേഷം പൊസിഷൻ നമ്പർ വേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഈ ഹൈഫന്റെ ആവശ്യമില്ല, അത് നമുക്ക് മായ്ച്ചു കളയാം. മെഥാൻ ലാസ്റ്റിൽ ആൽക്കഹോളിന്റെ ഓളും കൂടെ ചേർത്ത് മെഥനോൾ എന്നായിരിക്കും വരുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ അപ്പോൾ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. നമ്മൾ ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പേരിടുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന്റെ ആൽക്കെയിൻ നെയിം നോക്കുക. ആൽക്കെയിൻ നെയിം എഴുതിയിട്ട് അതിൽ നിന്നൊരു നമ്മൾ കളയുക. -E എന്ന് അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് കളയുക. പ്ലസ് പിന്നെ ഒരു ഹൈഫൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഹൈഫൻ കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഓളും കൂടെ ചേർക്കുക. ഓക്കെ, അപ്പോൾ ആൽക്കെയിനിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുക. അതിനുശേഷം ഹൈഫൻ കൊടുക്കുക. പിന്നെ പൊസിഷൻ നമ്പർ ചെയ്യുക. അതിനുശേഷം ഒരു ഹൈഫനും കൂടെ കൊടുത്തിട്ട് ഓൾ എന്ന് ചേർക്കുമ്പോൾ ആൽക്കഹോളിൻ്റെ നമുക്ക് പേരിടാൻ സാധിക്കും. ഇനി 2 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബണിൽ ഒരു OH വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ CH3CH2OH ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ 2 കാർബൺ ആറ്റമേ ഉള്ളതുകൊണ്ട് നമുക്ക് പൊസിഷൻ നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ആൽക്കെയിൻ ഏതാണ്? എത്ത്. സോ ഈഥെയ്ൻ ആണ് വരുന്നത്. ഈഥെയ്നിൽ നിന്ന് കളയുമ്പോൾ എഥാൻ ആകും. ഓക്കെ, ഈഥെയ്നിൽ നിന്ന് ഞാൻ കളയുമ്പോൾ എഥാൻ ആകും. ഇവിടെ